നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തമിഴ്നാട് രാഷ്ട്രീയമെന്നും വൈവിധ്യമാർന്ന കഥകൾ നിറഞ്ഞതാണ്. അതിൽ മന്ത്രവാദം, സ്ത്രീ വിഷയം, അടിപിടി ഇങ്ങനെ സിനിമാ കഥയെ വെല്ലുന്നവയാണ് പലതും. ഇപ്പോൾ ഭരണകക്ഷിയായ DMK കുറിച്ച് പുറത്തുവരുന്ന ചില കഥകളും ഇതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സനാതന ധർമ്മത്തെ ഡെങ്കിപ്പനിയും മലേറിയയും പോലെ ഉന്മൂലനം ചെയ്യണമെന്ന് പ്രസംഗിച്ച ഉദയനിധി സ്റ്റാലിൻ വീട്ടിൽ ബ്രാഹ്മണ ശാപത്തിന് രഹസ്യമായി പൂജ ചെയ്തുവെന്ന് ആരോപണം. ജ്യോത്സ്യൻ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ബ്രാഹ്മണ ദോഷം മാറാൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ പൂജ ചെയ്തതെന്ന് ആരോപിച്ച് ക്ഷേത്ര സംരക്ഷണവാദി രംഗരാജൻ നരസിംഹനെ ചെന്നൈ ക്രൈംബ്രാഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. 14 ദിവസം ഇദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കാൻ കോടതി ഉത്തരവിട്ടു. 2026 നടക്കുന്ന തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയാണ് ബ്രാഹ്മണർക്ക് അതീവ രഹസ്യമായി ഉദയനിധി സ്റ്റാലിൻ പൂജ ചെയ്തത് എന്നാണ് ആരോപണം. ക്ഷേത്രങ്ങളെ അവഗണിക്കുന്ന DMKക്കെതിരെ ശക്തമായ സമരം ചെയ്യുന്ന ക്ഷേത്ര സംരക്ഷണ പ്രവർത്തകനാണ് രംഗരാജൻ നരസിംഹൻ. സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലാണ് രംഗരാജൻ നരസിംഹന് വിനയായത്. ഇദ്ദേഹവും ശ്രീ പെരുമ്പതൂർ എംബാർജിയാർ എന്ന വൈഷ്ണവ സന്യാസിയും തമ്മിൽ നടന്ന സംഭാഷണത്തിന്റെയും വീഡിയോ ആണ് യൂട്യൂബിൽ വന്നത്. ഇതിൽ ഉദയനിധി സ്റ്റാലിൻ ബ്രാഹ്മണ ശാപത്തിന് പൂജ ചെയ്ത കാര്യം എംബാർജിയാർ പറയുന്നുണ്ട്. താൻ ഉദയനിധി സ്റ്റാലിന്റെ വീട് സന്ദർശിച്ച കാര്യവും ശ്രീ പെരുമ്പതൂർ എംബാർജിയാർ സ്വാമികൾ പറയുന്നുണ്ട്. ഇതാണ് വിനയായത്. തന്റെ ശബ്ദം അനാവശ്യമായി ഉപയോഗിച്ചു എന്ന് ആരോപിച്ച് ശ്രീ പെരുമ്പതൂർ എംബാർജിയാർ സ്വാമികൾ തന്നെ രംഗരാജ നരസിംഹനെതിരെ കേസ് കൊടുത്തിരിക്കുകയായിരുന്നു. ജിയാർ എന്നത് വൈഷ്ണവ സന്യാസിമാരെ വിശേഷിപ്പിക്കുന്ന പദമാണ്. ഇവർ പൊതുവെ ബ്രാഹ്മണരാണ്. ഡെങ്കിപ്പനിയും മലേറിയയും പോലെ സനാതന ധർമ്മത്തെ നശിപ്പിക്കണമെന്ന് പ്രസ്താവിച്ച വ്യക്തിയാണ് ഉദയനിധി സ്റ്റാലിൻ. പക്ഷെ ജ്യോത്സ്യൻ നടത്തിയ ഒരു പ്രവചനമാണ് ഉദയനിധി സ്റ്റാലിനെ ബ്രാഹ്മണ ശാപത്തിന് പൂജ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകണമെങ്കിൽ ബ്രാഹ്മണ ശാപം ഇല്ലാതാക്കാൻ പൂജ ചെയ്യണമെന്ന് ജ്യോത്സ്യൻ പ്രവചിച്ചുവെന്ന് രംഗരാജൻ നരസിംഹൻ പറയുന്നു. ബ്രാഹ്മണരായ 3 വൈഷ്ണവ സന്യാസിമാരായ ശ്രീ പെരുമ്പതൂർ എംബാർജിയാർ, ശ്രീവല്ലിപുതൂർ ജിയാർ, ആൾവാർ തിരുനഗരി ജിയാർ എന്നീ 3 പേരെയും വീട്ടിൽ വിളിച്ചു വരുത്തി പാദപൂജ ചെയ്തുവെന്നാണ് രംഗരാജൻ നരസിംഹൻ ആരോപിച്ചത്. പാദപൂജയ്ക്ക് പുറമെ 3 ബ്രാഹ്മണ സന്യാസിമാർക്കും ഭക്ഷണം നൽകുകയും ചെയ്തു അത്രേ. പിന്നാലെ നടൻ വിജയും നടി തൃഷയും ചേർന്ന് നടി കീർത്തി സുരേഷിന്റെ ഗോവയിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ അതീവ രഹസ്യമായി പ്രൈവറ്റ് ജെറ്റിൽ യാത്ര പോയത് ലീക്കാക്കിയതിന് പിന്നിൽ DMK ആണെന്ന് BJP നേതാവ് അണ്ണാമലൈ. DMK അതിനായി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുവെന്നും അണ്ണാമലൈ ആരോപിച്ചു. ഈയിടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വിജയുടെ ഭാവി തകർക്കുകയായിരുന്നു ലക്ഷ്യം. DMK സർക്കാർ രഹസ്യ പോലീസ് വിഭാഗത്തെ ഉപയോഗിച്ചാണ് വീഡിയോകളും ഫോട്ടോകളും അതീവ രഹസ്യമായി എടുത്തത്. പിന്നീട് രഹസ്യ പോലീസ് ഈ ഫോട്ടോകൾ DMKയുടെ IT സെല്ലിന് നൽകി. അവരാണ് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്, അണ്ണാമലൈ ആരോപിക്കുന്നു. ഗോവയിൽ നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വിജയും തൃഷയും പ്രൈവറ്റ് ജെറ്റിൽ യാത്ര പോയതിന്റെ വീഡിയോകളും ഫോട്ടോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. വിജയുടെ പ്രതിച്ഛായ തകർക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് DMKക്ക്. ഗോവയിൽ വിവാഹത്തിന് പങ്കെടുക്കാൻ പോയ വിജയ് വിമാനത്താവളത്തിൽ 6ാമത്തെ ഗേറ്റിലാണ് സുരക്ഷാ പരിശോധനകൾക്ക് പോയത്. പിന്നീട് സ്വകാര്യ ഫ്ലൈറ്റിൽ പോയ അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ എങ്ങനെയാണ് ചോർന്നത്? വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണ് കാരണം. വിമാനത്താവളത്തിലൂടെ വരുന്നവരെയും പോകുന്നവരെയും ശ്രദ്ധിക്കുക രഹസ്യ പോലീസിന്റെ ജോലിയുടെ ഭാഗമാണ്. പക്ഷേ അവർ എന്തിനാണ് അത് DMKയുടെ IT സെല്ലിന് കൈമാറിയത്? ഇതാണ് DMKയുടെ രാഷ്ട്രീയ സംസ്കാരം. ഇങ്ങനെയാണോ DMK ആളുകളെ ബഹുമാനിക്കുന്നത്? അണ്ണാമലൈ ചോദിക്കുന്നു. വിജയുടെയും തൃഷയുടെയും ഒപ്പം യാത്ര ചെയ്ത മറ്റു 4 പേരുടെയും ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.